സ്കിന്നിന് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അതിന് വളരെ ഈസി ആയിട്ടുള്ള ക്വിക്ക് ആയിട്ടുള്ള ഒരു സ്ക്രബ്, മസാജിങ്ങും ഒരു പാക്കും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു മിക്സ് ആണ്. എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാം. അടിപൊളിയല്ലേ? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു സെലിബ്രിറ്റി ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന ഒരു 2-3 മന്ത്സ് മുമ്പേ നവ്യ ചേച്ചി ഒരു ഫേഷ്യൽ ഹോം മെയ്ഡ് നമ്മൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ച് ഫേഷ്യൽ ചെയ്യുന്നത് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഞാൻ റീസെന്റ് ആ വീഡിയോ കണ്ടപ്പോൾ എല്ലാം നാച്ചുറൽ ആയിരുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഞാനും വിചാരിച്ചു. എൻ്റെ സ്കിന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആണ്. സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിച്ചാൽ, എന്തെങ്കിലും ഓയിലി ഫുഡോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാലും എനിക്ക് പിടിക്കാതെ എന്തെങ്കിലും കഴിച്ചാൽ പോലും റിയാക്ട് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. എന്ത് കഴിച്ചാലും അല്ലെ എന്തെങ്കിലും മാറ്റി പുരട്ടിയാലോ എന്ത് ചെയ്താലും ഒരു റിയാക്ഷൻ കാണിക്കും. അന്നേരം തന്നെ നമുക്കൊരു റിയാക്ഷൻ കിട്ടും. ഇത് കഴിച്ചല്ലോ എന്നാ പിടിച്ചോ നിന്റെ ഫേസിൽ എന്ന് പറഞ്ഞാണ് എൻ്റെ ഫേസ് റിയാക്ട് ചെയ്യുന്നത്. സോ അത്രയ്ക്ക് സെൻസിറ്റീവ് ആണ് എൻ്റെ ഫേസ്. എനിക്ക് അങ്ങനെ ഒന്നും ട്രൈ ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും അപ്പൊ ഈ ഒരു ഫേഷ്യൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്ത്, കാരണം എഫക്റ്റ് നല്ല രസമുണ്ടായിരുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പിന്നെ ഞാൻ ഇതിനകത്ത് ഉള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ അടുത്ത് അലോവേര, നമ്മളുടെ ഓർഗാനിക് ആയിട്ടുള്ള അലോവേര ഒന്നും ഇല്ല. ഒരു ക്യൂസ് ഇതിനകത്ത് ചേച്ചി യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്ലേസിന് ഞാൻ നോർമൽ ഐസ് ആണ് സ്ക്രബിന് യൂസ് ചെയ്തേക്കുന്നത്. ഫേഷ്യൽ ജെൽ, അലോവേര ഫേഷ്യൽ ജെൽ ഒന്നും ഞാൻ മേടിച്ചില്ല. നമ്മളുടെ ഉള്ള സാധനം വെച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഫുൾ ഒന്ന് കണ്ടു നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് വന്ന് സ്ക്രബാണ്. അതിനുവേണ്ടി നമുക്ക് ലെമൺ ജ്യൂസും കോഫി പൗഡറും ഷുഗറുമാണ് വേണ്ടത്. ഈ 3 സംഭവം എന്തായാലും നമ്മളെല്ലാവരും വീട്ടിൽ കാണും. പിന്നെ കോഫി പൗഡർ ഇവിടെ ഞാൻ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കോഫി പൗഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് 3 നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യണം. നമ്മൾ ഇച്ചിരി ഒരു ലിക്വിഡായിട്ട് വേണം, അല്ലെങ്കിൽ നമുക്ക് സ്ക്രബ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ലെമൺ നമുക്കൊരു ബ്ലീച്ചിങ് എഫക്റ്റാണ് ഫേസിന് തരുന്നത്. നമ്മൾ ബ്ലീച്ച് ചെയ്തൊരു എഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ കയ്യിൽ ഇങ്ങനെ മോതിരം വല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഊരി മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെ ഒന്ന് സ്ക്രബൊക്കെ ചെയ്യാൻ വേണ്ടേ. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ എല്ലാ ടൈപ്പ് സ്കിന്നിനും അങ്ങനെ വലിയ കുഴപ്പമൊന്നും ചെയ്യാത്തൊരു സ്ക്രബാണ്. ഒരു 3-4 മിനിറ്റ്സ് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്ത് അലോവേര ജെല്ലിനെ നമ്മൾ മിക്സിയിലിട്ട് നന്നായിട്ട് അടിക്കും. നമ്മൾ ആക്ച്വലി അലോവേരയുടെ ജെല്ലിനെ ക്യൂബായിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക ചെയ്യുന്നത്. ഞാൻ വെരി ഇഫക്റ്റീവ്. അതിൻ്റെ പുറത്തൊക്കെ നല്ല, ബിക്കോസ് ഇറ്റ്സ് വെരി കോൾഡ്, നല്ല സുഖം കിട്ടും. 5 മിനിറ്റ്സ് ഇരിക്കട്ടെ. ഇപ്പോഴും കുറച്ച് സ്കിന്നിൽ ആ വെറ്റായിട്ടുള്ളൊരിതുണ്ട്. അപ്പോൾ അതൊന്ന് ഇവോപ്പറേറ്റ് ചെയ്താൽ. ചേച്ചി ബേസൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്മളുടെ പൊട്ടുകടല, നമ്മൾ കടലമാവ് ഇല്ലാത്ത കൊണ്ട് ഞാൻ പൊട്ടുകടലയും അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ മസൂർ ദാൽ എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് ടെക്സ്ചറിലുള്ള ഒരു ദാലാണ് അത് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ എന്താ പറയുക, ടാൻ ഒക്കെ റിമൂവ് ചെയ്യാൻ ആ ഓറഞ്ച് ദാൽ നല്ല അടിപൊളിയാണ്. അപ്പൊ ഈ ഒരു രണ്ടിന്റെ കോമ്പിനേഷൻ പൗഡറാണ് ഞാൻ ഫേസ് പാക്കിന് യൂസ് ചെയ്യുന്നത്. കടലമാവ്, ബേസൻ പൗഡർ 1.5 ടീസ്പൂൺ കോഫി പൗഡർ ഇട്ടു. ഇതിങ്ങനെ കണക്കൊന്നും എക്സാക്റ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. 1.5 ടേബിൾ സ്പൂൺ തന്നെ ഹണി നമുക്ക് എടുക്കാം. കസ്തൂരി മഞ്ഞളാണേ. കേർഡ് ഇത് ഉണങ്ങുന്ന വരെ വെക്കണം. നാരങ്ങ ഇച്ചിരി കൂടുതൽ എടുത്തോണ്ട് ഇത് ഡ്രൈ ആവാൻ ഇച്ചിരി ടൈം എടുക്കുന്നുണ്ട്. നല്ലപോലെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. വാഷല്ല ചെയ്യുന്നത്, നമ്മൾ ആദ്യം മുഖം ഒന്ന് ഒരു വെള്ളത്തിൽ കൈ മുക്കി വെറ്റ് ചെയ്തിട്ട് വേണം, ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടേ. ഇതുപോലെ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി. ഡയറക്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ച് കളയല്ലേ. അപ്പോൾ ഏകദേശം ഒരു 1 മിനിറ്റാണ് ഞാൻ സ്ക്രബ് ചെയ്തത്. സ്ക്രബ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് അറിയാനുണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ സ്കിൻ എങ്ങനെ നല്ല സോഫ്റ്റ് സപ്പിൾ പോലെ എനിക്ക് ഫീൽ ആകുന്നുണ്ട്. അതുപോലെ എനിക്ക് ഒരു ഫേസിൽ എന്തായാലും ഒരു തെളിച്ചം പോലെ എന്തായാലും എനിക്ക് തോന്നുന്നുണ്ട്. സോ പാക്ക് എന്തായാലും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്കിൻ ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് പോലെ തോന്നുന്നു. സോ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിന് പറഞ്ഞാൽ നമുക്ക് ബീട്രൂട്ട് പാലുമാണ് വേണ്ടത്. ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്.
സോ ബീട്രൂട്ട് ഞാൻ ഈ ഒരു സ്ലൈസ്, ഇങ്ങനെ ഒരു സ്ലൈസാണ് എടുത്തത്. കൂട്ടത്തിൽ തന്നെ ഫോർക്ക് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ അതിൻ്റെ നീര് ഇടയ്ക്കിടയ്ക്ക് കിട്ടാൻ വേണ്ടി കേട്ടോ. സോ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് നീര് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പാല് സാധാ പാക്കറ്റ് പാലാണ് എടുത്തത്, റോ പാലാണ്, തിളപ്പിക്കാത്ത പാലാണ്. സോ ഇതിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ ഇനി റബ്ബ് ചെയ്യണം. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ചേച്ചി അതിനകത്ത് പറഞ്ഞേക്കണേ. അപ്പോൾ ഇതിങ്ങനെ ജ്യൂസി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ബീട്രൂട്ടിന് കുത്തിട്ടത്. ചിരണ്ടി കൊടുക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ബീട്രൂട്ടിൻ്റെ എഫക്റ്റ് അത്രയും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പാല് ഡിപ്പ് ചെയ്ത് റബ്ബ് ചെയ്യണം. ബീട്രൂട്ട് ആയതുകൊണ്ട് ചുണ്ടൊക്കെ വരട്ടാണ് നല്ല, സ്കിൻ്റെ പിഗ്മെന്റേഷൻ ഒക്കെ, ലിപ്സിന്റെ പിഗ്മെന്റേഷൻ മാറാൻ നല്ല കേട്ടോ. സോ നമുക്കിങ്ങനെ 2-3 കോട്ടിങ് എന്തായാലും ചെയ്യാം. എൻ്റെ സ്കിന്നിന് പറഞ്ഞാൽ ഓയിലി സ്കിന്നാണ്, അങ്ങ് കംപ്ലീറ്റ് ഓയിലിന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഓയിലി സ്കിന്നാണ്. പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്, സെൻസിറ്റീവ് ആണ്. എന്തെങ്കിലും നമ്മൾ മാറ്റി ട്രൈ ഒക്കെ ചെയ്ത് എളുപ്പം സ്കിൻ റിയാക്ട് ചെയ്യും. 3-4 കോട്ടിങ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. സോ ഗൈസ്, റിയലി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മനസ്സിലാവും. എനിക്ക് നല്ല ഫേസിൽ ചേഞ്ചസ് തോന്നുന്നുണ്ട്. ചേച്ചി പറയുന്നത് നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്, അടിപൊളിയാണ്. വെച്ച് ചെയ്തിട്ട് നമുക്ക് സെയിം റിസൾട്ടൊക്കെ തന്നെയാണ് കിട്ടുന്നത്. ആ അലോവേര എല്ലാവർക്കും പിടിക്കണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അലോവേര ജസ്റ്റ് സ്കിപ്പ് ചെയ്തത്. ശേഷം നല്ല അടിപൊളി കിടു ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ റിസൾട്ട് കണ്ടിട്ട്. ഇറ്റ്സ് റിയലി അമേസിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിമ്പിൾസ് പ്രോബ്ലം ഉള്ളവർക്ക് ഇത് മേ ബി എല്ലാവർക്കും സൂട്ട് ചെയ്യണമെന്നില്ല. നല്ല റിസൾട്ട് അമേസിങ് ആയിരുന്നു. ബട്ട് അതിൻ്റെ മേ ബി പിമ്പിൾസ് പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ 1-2 ഐസ് ക്യൂബ്സ് ഒന്ന് റബ്ബ് ചെയ്യാൻ പറഞ്ഞേ. പിന്നെ നമ്മൾ കസ്തൂരി മഞ്ഞൾ, ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണ്. പിന്നെ ടർമറിക് ബേസിക്കലി ഒരു ഹീറ്റ് ചെയ്യുന്ന ഒരു ഏജന്റ് ആണ്. എന്നാലും കസ്തൂരി മഞ്ഞളിന് അത്രയും പ്രോബ്ലം ഇല്ല. ബൈ ചാൻസ് എന്നാലും ഫേസ് നമുക്ക് ഹീറ്റ് ചെയ്യുന്ന ഫീൽ ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് സ്ക്രബ് ചെയ്യണം. ഐസ് ക്യൂബ് വെച്ചൊന്ന് സ്ക്രബ് ചെയ്യണം, ഫേസിനെ ഒന്ന് തണുപ്പിക്കണം. സോ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് പുതിയ ഇങ്ങനത്തെ ഫേഷ്യൽ ടിപ്സും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നവരെ ബൈ, ടേക്ക് കെയർ എവരിവൺ.